നാം ഇവിടെ അവതരിപ്പിക്കുന്ന ജ്യോതിഷ സെഗ്മെൻറ്റ് നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെ 1200 ധന് 13-ാം തീയതി, അതായത് 2024 ഡിസംബർ 28 ശനിയാഴ്ചയാകുന്നു. നാളെ കറുത്തപക്ഷത്തിലെ ത്രയോദശിയാകുന്നു. നിങ്ങളുടെ നാളെ ശനിയാഴ്ച തൃശ്ശൂരിലെ പ്രാദേശിക സൂര്യോദയം 6:45, അസ്തമയം വൈകിട്ട് 6:06 നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് പരിചിതമാണ്. രാഹുകാലം 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു. അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരമുള്ള വേരിയേഷൻ നിങ്ങൾ അറിയുക. നാളത്തെ നക്ഷത്രം പ്രായേണ അതിശക്തമായ അനിഴ നക്ഷത്രമാകുന്നു. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത ശനിയാഴ്ച, അതേ രീതിയിൽ അനിഴം നക്ഷത്രം. ഇത് രണ്ടും ശനിക്ക് ബലമുള്ള ദിവസമാകുന്നു. അനിഴം നമ്മുടെ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ അല്ലെങ്കിൽ വ്യക്തിത്വത്തിന് അനുകൂലമായ വളരെയധികം നല്ല നക്ഷത്രമാകുന്നു. അത് ശ്രീ നരേന്ദ്രമോദി ആയാലും ശ്രീമതി പ്രിയങ്ക ഗാന്ധി ആയാലും രമേശ് ചെന്നിത്തലയായാലും മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം ആയാലും അനിഴം നക്ഷത്രത്തിന് പൊൻതൂവൽ വിരിച്ചവരാകുന്നു. നാളത്തെ തിഥി ഞാൻ സൂചിപ്പിച്ചു, കറുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാകുന്നു. ചന്ദ്രൻ അങ്ങേറ്റം ദുർബലമാണ്. എങ്കിലും നാളത്തെ ദിവസം ശുഭകാര്യങ്ങൾക്ക് നമുക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. ഏത് ശുഭകാര്യത്തിനും വളരെ അനുകൂലമായ നക്ഷത്രമാകുന്നു. അതിനാൽ നാളത്തെ എല്ലാ ശുഭകാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ കാലത്ത് 8 മണി മുതൽ 8:45 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. ബന്ധുഗ്രഹങ്ങൾ സന്ദർശിക്കാം, വിവാഹത്തിന് ക്ഷണിക്കാം. അപ്രകാരം തന്നെ എന്തെങ്കിലും പുതിയ കർമ്മ ആരംഭം, ഈവൻ ഫോർ കുറ്റിയടിക്കാൻ, സ്ഥാപത്യ കർമ്മങ്ങൾക്കും യാത്രയ്ക്കുമൊക്കെ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കാൻ ഭൂമിക്ക്, ഇതിനൊക്കെ തന്നെ നാളത്തെ നക്ഷത്രവും ആ നക്ഷത്രത്തെ ഭരിക്കുന്ന ദിനവും നമുക്ക് അനുകൂലമാക്കി എടുക്കാവുന്നതാണ്. മറ്റൊരു അനുകൂലമായ ശുഭസമയം 11 മണി മുതൽ 11:45 വരെയുള്ള സമയവും നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. നാളത്തെ പ്രാർത്ഥന ശനിയാഴ്ചയാണ്, അനിഴം നക്ഷത്രമാണ്. അതിനാൽ ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് സ്വീകരിക്കാം, വളരെ നന്നായിരിക്കും. അപ്രകാരം തന്നെ ശനിയുടെ ദേവതയാണ് ഹനുമാൻ. അതേ രീതിയിൽ തന്നെ അയ്യപ്പൻ, മുത്തപ്പൻ, കരിയാത്തൻ, കാട്ടുമൂർത്തി, ഇതെല്ലാം ശനിയുടെ ഉപദേവതകളാണ്. നാളെ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം ചെയ്യാം, അവിടെ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം ചെയ്യാം. കർമ്മ തടസ്സമുണ്ടെങ്കിൽ ഗത ഒപ്പിക്കുക എന്ന കർമ്മവും ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.